മിൽമ പാൽ വില ഇന്ന് കൂട്ടിയേക്കും. മിൽമയുടെ ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് ചേരും. ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് 56 രൂപയാകാനാണ് തീരുമാനം. ഡയറക്ടർ ബോർഡ് അംഗീകാരത്തിന് ശേഷം വർധന നാളെ പ്രാബല്യത്തിൽ വരും. ഇതോടെ മിൽമ പുറത്തിറക്കുന്ന പാലിതര ഉൽപ്പന്നങ്ങൾക്കും ആനുപാതികമായി വില കൂടും. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി. സെയ്ഫ്, മിൽമ പാൽവില കൂട്ടാൻ പോകുന്നു. അതൊരു പക്ഷേ അവരുടെ സ്വന്തം എടുക്കുന്ന തീരുമാനങ്ങൾ ആണ്, സർക്കാരിന് നേരിട്ട് പങ്കില്ല എന്നൊക്കെ പറയുമ്പോഴും വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തി 3-ാം ദിവസം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലൊരു വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ മിൽമ അതിന് കൊടുക്കുന്ന വിശദീകരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് മിൽമ എത്തിയത്? അത് എടുത്ത തീരുമാനം അല്ലല്ലോ, അത് നേരത്തെ എടുത്ത തീരുമാനമാണ്. പാൽവില വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ എടുത്തതാണ്. കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് പാൽവില വർദ്ധിപ്പിക്കണം എന്നുള്ള ആലോചന കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അവർ 6 രൂപ വരെ വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യമാണ് കർഷകരടക്കം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ 4 രൂപ വർദ്ധിപ്പിച്ച് ലിറ്ററിന് 56 രൂപയാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു വർധനവ് ആലോചനയിലുള്ളത്. അത് കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അതിനകത്ത് തീരുമാനമാവുകയും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് അത് നടപ്പാക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ ഡയറക്ടർ ബോർഡ് യോഗം ചേരുന്നുണ്ട്. കർഷകന് 3 രൂപ 33 പൈസ അവരുടെ കയ്യിലേക്ക് കിട്ടുന്ന തരത്തിലാണ് ഈ വർധനവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഡയറക്ടർ ബോർഡ് അത് സ്വതന്ത്ര സംവിധാനമാണ്, അവർക്ക് തീരുമാനമെടുക്കാം വേണമെങ്കിൽ. പക്ഷേ സെയ്ഫ് സൂചിപ്പിച്ച പോലെ പുതിയ സർക്കാർ അധികാരമേറ്റ് 3-ാം ദിവസമാണ്. ജനങ്ങളെ എല്ലാവരും നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇപ്പോൾ തന്നെ ചായക്ക് 12 രൂപ, ഇവിടെയൊക്കെ തിരുവനന്തപുരത്ത് നമ്മളെ ഓഫീസിൻ്റെ അടുത്തുള്ള കടകളിൽ ചായക്ക് 12 രൂപ അല്ലെങ്കിൽ 15 രൂപയൊക്കെ വാങ്ങുന്നുണ്ട്. കാരണം ഈ ഗ്യാസ് കിട്ടാത്തതിൻ്റെ പ്രതിസന്ധി കാരണം. ഇനി പാൽവില വർദ്ധിപ്പിക്കുമ്പോൾ ചായ കുടിക്കണമെങ്കിൽ 20 രൂപ കൊടുക്കേണ്ടി വരും. ചായ കൂടി നിർത്തുന്നതായിരിക്കും നല്ലത് എന്ന് ആൾക്കാർക്ക് തോന്നിയാലും തെറ്റ് പറയാനാവില്ല. അതുകൊണ്ട് വി.ഡി. സതീശൻ സർക്കാർ അതിനകത്ത് ഇടപെടുമോ, മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. വേണമെങ്കിൽ സർക്കാരിന് ഇടപെട്ടിട്ട് ഇപ്പോൾ വേണ്ട, പിന്നീട് ആലോചിക്കാം എന്ന നിർദ്ദേശം വേണമെങ്കിൽ നൽകാം. സ്വതന്ത്ര സംവിധാനമാണെങ്കിൽ പോലും പുതിയ സർക്കാർ വരുമ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അതിനെ തള്ളിക്കളയുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ സർക്കാരിന് നടത്താമെന്ന് തോന്നുന്നു. പക്ഷേ ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നത് വില വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് ഇതുവരെ വ്യക്തമല്ല. മിൽമയുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ അവരിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഒരു പക്ഷേ ഇപ്പോൾ സേഫ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചായ കൂടി നിർത്തേണ്ടി വരും. സേഫ്